ഷാവ്യാവയെ ഒന്ന് പേടിപ്പിക്കാനാണ് ഷാങ്ലു അവളുടെ കഴുത്തിൽ കടിച്ച് രക്തം കുടിച്ചത്. എന്നാൽ അവളുടെ രക്തം കുടിച്ചപ്പോൾ അവന് പുതിയൊരു ഊർജം കിട്ടിയതുപോലെ, അവളുടെ ആന്തരിക ഊർജം രക്തത്തിൽ കലർന്നിരിക്കുന്നതുപോലെ അവന് തോന്നി. അതിൽ നിന്നും അവന്റെ ആന്തരിക ഊർജം വർദ്ധിക്കാൻ തുടങ്ങി. രക്തം കുടിച്ചതിനു ശേഷം അവളുടെ കഴുത്തിലെ മുറിവ് അവൻ ഭേദമാക്കി. പക്ഷേ ആ പാട് അവിടെ തന്നെ കിടന്നു. ഷാവ്യാവാണെങ്കിൽ വല്ലാതെ പേടിച്ചുപോയി. അവൻ ശരിക്കും അവളെ തിന്നുമെന്നാണ് അവൾ കരുതിയത്. അത് കഴിഞ്ഞ് ഷാങ്ലു ഷാവ്യാവയെ നദിക്കരയിൽ തിരിച്ചെത്തിച്ചു. യേശിച്ചി അവളെ ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ്. യേശിച്ചിയെ കണ്ടതും ഷാങ്ലു ഷാവ്യാവയെ പക്ഷിയുടെ പുറത്തുനിന്നും തള്ളി താഴേക്കിട്ടു. അത് കണ്ട് യേശിച്ചി ഓടി ഷാവ്യാവയുടെ അടുത്തെത്തി. അവൻ നോക്കിയപ്പോൾ ഷാവ്യാവയുടെ കഴുത്തിലൊരു പാട്. അത് മറ്റെന്തോ പാടാണ് എന്നാണ് യേശിച്ചി കരുതിയത്. ഷാവ്യാവ് അവന് ശ്രദ്ധിക്കാതെ വീട്ടിലേക്ക് നടന്നു. യേശിച്ചിയോടുള്ള പിണക്കം അവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. വീട്ടിലെത്തിയ ഉടനെ അവൾ നേരെ അവളുടെ മുറിയിലേക്ക് പോയി. ഷാങ്ലുവിനോടുള്ള ദേഷ്യം കൊണ്ട് കലിതുള്ളി നിൽക്കുകയാണവൾ. യേശിച്ചിയാണെങ്കിൽ അവൾക്കായി കാട്ടിൽ നിന്നും തേനും പൂവുമെല്ലാം ശേഖരിച്ച് അവളുടെ മുറിയിൽ കൊണ്ടുവച്ചിരുന്നു. അതുകണ്ട് ഷാവ്യാവ് അതെല്ലാം എടുത്ത് വെളിയിലേക്കെറിഞ്ഞു. ഈ സമയം സംശുവാന്റെ ചാരൻ വിളിച്ചതനുസരിച്ച് ജുന്നി അവനെ കാണാനെത്തി. എന്നാൽ ആ ചാരൻ യഥാർത്ഥത്തിൽ ഷാങ്ലു ആയിരുന്നു. അവൻ ആ ചാരനായി രൂപം മാറി നിന്നതാണ്. ഷാങ്ലുവിനെ കണ്ടതും ജുന്നിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പെട്ടു. ഷാങ്ലു ആണെങ്കിൽ ആ ചാരനെ കൊന്നിരുന്നു. ആ ചാരന്റെ മൃതദേഹം അവൻ ജുന്നിയുടെ മുന്നിലേക്കിട്ടു. എന്നാൽ ജുന്നിയും അത്ര മണ്ടനൊന്നുമല്ല. ജുന്നി പോകുമ്പോൾ കൂടെ കുറച്ച് സൈനികരെയും കൊണ്ടുപോകണമെന്ന് സംശുവാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജുന്നിയുടെ ആളുകൾ ഷാങ്ലുവിനെ വളഞ്ഞു. ഷാങ്ലുവിനെ ജീവനോടെ വേണമെന്നാണ് സംശുവാൻ പറഞ്ഞിരിക്കുന്നത്. അത് മുതലാക്കി ഷാങ്ലു ആ പടയാളികളെ വീഴ്ത്തി. ഇത് കണ്ടതും ജുന്നി അവിടെ നിന്നും രക്ഷപ്പെട്ടു കളഞ്ഞു. അപ്പോഴേക്കും ഷാങ്ലുവിനും വല്ലാതെ പരിക്കേറ്റിരുന്നു. അടുത്ത ദിവസം രാവിലെ ഷാവ്യാവു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നു. നോക്കിയപ്പോൾ അമ്മാവൻ മൂ അവിടെയില്ല. അമ്മാവൻ മൂവിന് ഇപ്പോഴും വല്ലാത്ത വിഷമമാണ്. അത്രയും നാട്ടുകാരുടെ മുന്നിൽ വെച്ചല്ലേ ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ കാണിച്ചത്. അതുകണ്ട് ചാൻസ് ഷാവ്യാവയോട് പറഞ്ഞു, നമുക്ക് പോയി ആ മദ്യശാല തകർക്കണം. ഷാവ്യാവയ്ക്കാണെങ്കിൽ ഷാങ്ലുവിനോടും യേശിച്ചിയോടുമുള്ള ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെ ഇരിക്കുകയാണ്. അവൾ ചാൻസുവിനോട് ചോദിച്ചു, നിനക്കതിനുള്ള ശക്തിയുണ്ടോ? അവരുടെ ഒരു ചവിട്ടിനില്ല നീ. അതുകൊണ്ട് നിന്റെ ദേഷ്യം അടക്കിപ്പിടിച്ച് മിണ്ടാതെ ഇരുന്നോ. ഷാവ്യാവോ അവളുടെ അവസ്ഥയാണ് പറഞ്ഞത്. ഇതെല്ലാം അമ്മാവൻമു അകത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ പുറത്തു വന്നു പറഞ്ഞു, ഷാലിയു, സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഷാവ്യാവ് പറഞ്ഞതെന്തെന്ന് അമ്മാവൻ മൂവിനറിയില്ലല്ലോ. അമ്മാവൻ മൂവിന്റെ വിഷമം കണ്ട് ഷാവ്യാവ് നേരെ സംശുവാന്റെ മദ്യശാലയിലെത്തി. എന്നിട്ട് അവൻ അവിടുത്തെ ഓരോ തരം മദ്യവും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഓരോന്നിനും അവൾ പലതരം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങി. ഷാവ്യാവ് പറയുന്നത് കേട്ട് ആ മദ്യശാലയിലുണ്ടായിരുന്ന പകുതി പേരും ഇറങ്ങിപ്പോയി. സംശുവാൻ അടുത്ത മദ്യം കൊണ്ടുവന്നു. അത് കുടിച്ചതും ഷാവ്യാവോ അവിടെ ഉണ്ടായിരുന്നവരോടെല്ലാം പറഞ്ഞു, ഈ മദ്യത്തിൽ ഒരു മരുന്ന് ചേർത്തിട്ടുണ്ട്. ഞാനൊരു വൈദ്യനല്ലേ, എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് കുടിച്ചാൽ നിങ്ങളുടെ പുരുഷത്വം തന്നെ നഷ്ടപ്പെട്ടു പോവും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ഇത് കേട്ടതും ആ മദ്യശാലയിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരും എഴുന്നേറ്റ് പോയി. ഇത് കണ്ട് സംശുവാൻ അവളോട് പറഞ്ഞു, കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതിന് മാപ്പ് ചോദിക്കുന്നു. അവൾ പറഞ്ഞു, എന്നോടല്ല, അമ്മാവൻ മൂവിനോട് നിങ്ങളുടെ സഹോദരി മാപ്പ് പറയണം. എന്റെ സഹോദരി കുറച്ച് കടുംപിടുത്തക്കാരിയാണ്. അതുകൊണ്ട് അമ്മാവൻ മൂവിനോട് ഞാൻ മാപ്പ് ചോദിക്കാം. ഞാൻ അവളുടെ ചേട്ടനാണ്. അവൾ ചെയ്യുന്നതിന് എനിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് സംശുവാൻ പറഞ്ഞു. അത് കേട്ട് ഷാവ്യാവ് പറഞ്ഞു, നിങ്ങളുടെ ഈ മദ്യശാലയിലെ മൾബറി വൈൻ വളരെ പ്രശസ്തമാണല്ലോ. നിങ്ങളുടെ സഹോദരിക്ക് അത് വലിയ ഇഷ്ടമായിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് മൾബറി വൈനുമായി നിങ്ങൾ വന്ന് അമ്മാവൻ മൂവെ കണ്ടോളൂ എന്ന് ഷാവ്യാവ് പറഞ്ഞു. ഷാവ്യാവ് പറഞ്ഞത് ശരിയാണ്. സംശുവാന്റെ സഹോദരിക്ക് മൾബറി വൈൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ ആ സഹോദരി നിയാനല്ലെന്ന് മാത്രം. ഷാവ്യാവയ്ക്കായിരുന്നു ചെറുപ്പത്തിൽ മൾബറി വൈൻ വളരെ ഇഷ്ടം. ഷാവ്യാവ് മൾബറി വൈനിനുള്ള പണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മാവൻമു നിങ്ങൾക്ക് മാപ്പ് നൽകിയാൽ പിന്നീട് ഞാനൊരിക്കലും ഈ കടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കില്ല. കുറച്ചു കഴിഞ്ഞ് സംശുവാൻ ഷാവ്യാവയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഒരു കൊല്ലത്തേക്ക് കഴിക്കാനുള്ള മൾബറി വൈനുമായാണ് അവൻ അങ്ങോട്ട് പോകുന്നത്. സംശുവാൻ അവിടെ എത്തി നിയാൻ ചെയ്തതിനെല്ലാം അമ്മാവൻ മൂവിനോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് ശിക്ഷയെന്നോണം അവിടെ നിരത്തി വച്ചിരുന്ന മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങി. സംശുവാൻ മദ്യം കഴിക്കുന്നത് കണ്ടിട്ട് അമ്മാവൻ മൂവിന് സഹിക്കുന്നില്ല. ഇതെല്ലാം നീ തന്നെ കുടിച്ചു തീർക്കുവാണോ? ഇതെനിക്ക് കൊണ്ടുവന്നതല്ലേ? ഞാൻ നിന്നോട് പൊറുക്കുന്നു. നീ ഇന്നു മുതൽ എന്റെ സഹോദരനാണ്. ഇനി നിന്റെ സഹോദരി എന്റെയും സഹോദരിയാണ്.
സഹോദരിമാർ കുറുമ്പ് കാണിച്ചാൽ നമ്മൾ ചേട്ടന്മാരാണ് അവരോട് പൊറുക്കേണ്ടത്. എനിക്കിനി അവളോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അമ്മാവന്മു ആ മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങി. ആ വൈകുന്നേരം മുഴുവൻ അവരവിടെ ഇരുന്ന് മദ്യപിച്ചു. ശ്യാവ്യാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇവനാള് കൊള്ളാമല്ലോ എന്നവൾ മനസ്സിൽ പറഞ്ഞു. ആടിയാടിയാണ് അന്ന് സംശുവാൻ വീട്ടിലേക്ക് പോയത്. അവന്റെ സഹായി സാങ്ങാണ് അവനെ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ വീട്ടിനകത്ത് കടന്നതും സംശുവാൻ സാധാരണ പോലെയായി. യഥാർത്ഥത്തിൽ സംശുവാൻ അഭിനയിക്കുകയായിരുന്നു. അവൻ ദേവനല്ലേ, അവനെ ഈ മദ്യമൊന്നും ബാധിക്കുകയേയില്ല. ശാല്യു ഒരു സാധാരണക്കാരനല്ല എന്ന് സംശുവാന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് നിയാനിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് സംശുവാൻ ഇതെല്ലാം ചെയ്തത്. ഈ സമയത്തും ശ്യാവ്യാവ് അവളുടെ യജ്ഞം തുടരുകയാണ്. ഷാങ്ല്യുവിനെ തളയ്ക്കാനുള്ള വിഷം കണ്ടുപിടിക്കാനുള്ള യജ്ഞം. ഷാങ്ല്യു, ഈ വിഷം നിന്റെ അവസാനം കുറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു. നോക്കിയപ്പോഴതാ ഷാങ്ല്യു അവളുടെ കട്ടിലിരിക്കുന്നു. ഷാങ്ല്യു ഉടനെ അവളോട് അവന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. പേടിച്ചു വിറച്ച് ശ്യാവ്യാവ് അവന്റെ അടുത്തേക്ക് പോയി. ഉടനെ അവൻ അവളുടെ കഴുത്തിൽ കടിച്ച് ചോര കുടിക്കാൻ തുടങ്ങി. രക്തം കുടിച്ചതിനു ശേഷം ഷാങ്ല്യു അവളുടെ കട്ടിലിൽ തന്നെ കയറിക്കിടന്നു. അപ്പോഴേക്കും ഷാങ്ലിയുടെ വസ്ത്രത്തിലെ രക്തക്കറ കണ്ട് അവന് പരിക്കേറ്റിരിക്കുകയാണെന്ന് ശ്യാവ്യാവയ്ക്ക് മനസ്സിലായിരുന്നു. അവനിനി കുറച്ചുനേരം അനങ്ങാതെ കിടക്കണം, എന്നാലേ ശ്യാവ്യാവയുടെ രക്തത്തിലെ ഊർജം ഫലം ചെയ്യൂ. ഇത് മനസ്സിലായ ശ്യാവ്യാവ് ഉടനെ അടുക്കളയിൽ നിന്നും കരിക്കട്ട എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് അവന്റെ മുഖത്ത് മുഴുവൻ വരച്ചിടാൻ തുടങ്ങി. ഷാങ്ലുവിന് ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കാവുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവളൊരു ചെറിയ പ്രതികാരം ചെയ്തതാണ്. അവൾ അവന്റെ സുന്ദരമായ മുഖം ഒരു കോലമാക്കി വെച്ചു. ഷാങ്ലു ആണെങ്കിൽ അവളെ നോക്കി ദഹിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ തിന്നോ, നോക്കിക്കോ എന്നവൻ പറഞ്ഞു. ഇത് കേട്ട് ശ്യാവ്യാവ് പറഞ്ഞു, നീ എന്നെ തിന്നോ, എനിക്ക് കുറച്ച് വൃത്തി കുറവാണ്, അത് കുഴപ്പമില്ലെങ്കിൽ തിന്നോ. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. ഇനി ഷാങ്ലു കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്ത് പോയി ഒളിക്കണം. അതിനു പറ്റിയ ഒരു സ്ഥലം അവൾ കണ്ടുപിടിച്ചു. സംശുവാന്റെ മദ്യശാലയിലെ മദ്യം സൂക്ഷിക്കുന്ന നിലവറ. അവൾ അവിടെ ഒളിച്ചു നിന്നപ്പോഴാണ് ജുന്നിയും സംശുവാനും കൂടെ അവിടേക്ക് വന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് അവൾ കേട്ടു. ജുന്നി പറഞ്ഞു, എന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെല്ലാം മരിച്ചു, ഷാങ്ലും രക്ഷപ്പെട്ടു. അവനിനി നമ്മളെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ഇത് കേട്ട് സംശുവാൻ പറഞ്ഞു, ഷാങ്ലു വളരെ ശക്തനാണ്. നമ്മളെ സംശയമുള്ള സ്ഥിതിക്ക് നമുക്കിനി അവനെ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അവനെ അങ്ങോട്ട് ആക്രമിക്കണം. ഷാങ്ലുവിന് മുറിവേറ്റിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് അവനെ ഇല്ലാതാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ തന്നെ പുറപ്പെടൂ എന്ന് സംശുവാൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെയായി. ശ്യാവ്യാവയ്ക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. അടുക്കളയിൽ നിന്നാണെങ്കിൽ നല്ല മണം. അവൾ പമ്മി പമ്മി സംശുവാന്റെ അടുക്കളയിലെത്തി. അവനവിടെ നിയാന് വേണ്ടി നല്ല നല്ല ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ ആ പാത്രങ്ങളെല്ലാം തുറന്നു നോക്കി. അപ്പോൾ സംശുവാൻ പെട്ടെന്ന് പിറകിൽ വന്നു. ശ്യാവ്യാവ് പറഞ്ഞു, ഞാൻ ഇതുവഴി വന്നപ്പോൾ നല്ല മണം വരുന്നു, വിശന്നിട്ട് കയറിയതാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് സംശുവാൻ അവളോട് പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സംശുവാൻ അവളോട് പറഞ്ഞു, ഇനി ഭാവിയിൽ നിയാൻ ഒരു പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ ശാല്യു അവൾക്ക് ഒരു പെൺകുട്ടിയാണെന്ന് പരിഗണന കൊടുക്കണം. ഓ അതിനെന്താ, ഞാനിനി അവളോട് പ്രശ്നത്തിനൊന്നും പോവില്ല എന്ന് പറഞ്ഞ് ശ്യാവ്യാവ് അവിടെ നിന്നും പതുക്കെ ഇറങ്ങി. ഈ സമയം യേശീച്ചി ശ്യാവ്യാവയുടെ മുറിയിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം ഷാങ്ലു അവിടെ വന്നതെല്ലാം അവൻ അറിഞ്ഞിരുന്നു. അവൻ മുറിയിൽ കയറി അവളുടെ കിടക്കയിലെ വിരിപ്പെല്ലാം മാറ്റി. ഷാങ്ലുവിന്റെ ഓർമ്മ വരുന്ന ഒന്നും അവിടെ ഉണ്ടാവരുത്. ആ സമയത്താണ് ശ്യാവ്യാവ് അവളുടെ മുറിയിലേക്ക് വരുന്നത്. ഒരു രൂപം അവിടെ നിൽക്കുന്നത് മാത്രമേ അവൾ കണ്ടുള്ളൂ. അവൾ കരുതിയത് അത് ഷാങ്ലു ആണെന്നാണ്. ഉടനെ അവൾ അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയാൻ തുടങ്ങി. തല ഉയർത്തി നോക്കിയപ്പോൾ അത് യേശീച്ചിയാണ്. ഞാൻ മറ്റാരോ ആണെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്, സോറി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും തടിതപ്പിക്കളഞ്ഞു. ശ്യാവ്യാവ് ഇപ്പോഴും യേശീച്ചിയോട് പണ്ടത്തെ പോലെ സംസാരിക്കുന്നില്ല. അതിൽ യേശീച്ചിക്ക് നല്ല വിഷമമുണ്ട്. ഇതേ സമയം ജുന്നി വീണ്ടും സംശുവാനെ കാണാനെത്തി. അവൻ പറഞ്ഞു, ഷാങ്ലു ഇന്നലെ രാത്രി തന്നെ രക്ഷപ്പെട്ടു. അവന്റെ മുറിവുകളെല്ലാം ഉണങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് കേട്ട് സംശുവാന്റെ മനസ്സിൽ സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ആ നാട്ടിലെ ഒരേയൊരു വൈദ്യൻ ഷാലിയോ ആണല്ലോ. അവൻ ജുന്നിയോട് ശ്യാവ്യാവയെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാൻ പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ശ്യാവ്യാവോ ഇപ്പോഴും സമരത്തിലാണ്. യേശിച്ചി എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അവൾ കഴിക്കില്ല. ഇത് കണ്ട് യേശിച്ചിക്ക് വല്ലാത്ത വിഷമമായി. അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. ഇനി നിനക്ക് എന്താവശ്യമുണ്ടാവുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. അന്ന് ഞാൻ കൂടെ നിൽക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല.
അപ്പോഴാണ് പെട്ടെന്ന് അമ്മാവൻ മു ഓടി ഷാവ്യാവയുടെ അടുത്ത് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, നീ എന്റെ കൂടെ വാ, നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഷാവ്യാവോ അമ്മാവൻ മൂവിനൊപ്പം പോവാനൊരുങ്ങി. അതിനിടയിൽ അവൾ തിരിഞ്ഞ് യേശീച്ചിയോട് പറഞ്ഞു, വാ നമുക്കൊരുമിച്ച് പോകാം. ഇത് കേട്ടതും യേശീച്ചിയുടെ മുഖം തെളിഞ്ഞു. അമ്മാവൻ മു യേശീച്ചിയെയും ഷാവ്യാവെയും കൂട്ടി നേരെ പോയത് ആ പട്ടണത്തിലെ ഒരു വേശ്യാലയത്തിലേക്കായിരുന്നു. നോക്കിയപ്പോൾ ചാൻസ് അവിടെ ഒരു പെണ്ണുമായി നിൽക്കുന്നു. അത്ര പന്തിയില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്ക് എന്ന് പറഞ്ഞ് അമ്മാവൻ മു അവിടെ നിന്നും പോയി. ഈ രംഗമെല്ലാം കണ്ട യേശിച്ചിക്ക് ഭയങ്കര നാണം. ഇത് കണ്ട് ഷാവ്യാവയ്ക്ക് ചിരി വന്നു. ഷാവ്യാവോ കളിയായി അവനെ അവിടെ ഒരു ചുമരിൽ ചേർത്ത് നിർത്തി. എന്നിട്ട് ചോദിച്ചു, നീ ഒരു വലിയ കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്? നിനക്കവിടെ ധാരാളം വേലക്കാരികളും കോൺക്യുബൻസും ഉണ്ടാവുമല്ലോ. ചൈനയിലെ പണ്ടത്തെ രാജാക്കന്മാരും വലിയ കുടുംബത്തിലെ പുരുഷന്മാരും ഒരുപാട് സ്ത്രീകളെ സ്വീകരിച്ചിരുന്നു. എന്നാൽ അവരിൽ ഒരാളെ മാത്രമേ അവർ വിവാഹം കഴിക്കൂ. അവൾക്ക് മാത്രമേ ഭാര്യ എന്ന പദവി ഉണ്ടാവൂ. മറ്റുള്ളവർക്ക് കോൺക്യുബൈൻ എന്ന സ്ഥാനമാണ് കൊടുത്തിരുന്നത്. ഈ സ്ത്രീകളെല്ലാം വലിയ കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കും. ഇവരെ കൂടാതെ അവർക്ക് അവിടുത്തെ വേലക്കാരികളുമായും ബന്ധമുണ്ടാവും. അക്കാര്യത്തെക്കുറിച്ചാണ് ഷാവ്യാവ് യേശീച്ചിയോട് ചോദിക്കുന്നത്. യേശീച്ചിക്കാണെങ്കിൽ ഭയങ്കര നാണം. അവനൊന്നും മിണ്ടിയില്ല. യേശീച്ചിയുടെ അവസ്ഥ കണ്ട് രസിക്കുകയാണ് ഷാവ്യാവ്. ഷാവ്യാവ് ചോദിച്ചു, നീ എന്താണിങ്ങനെ നാണിക്കുന്നത്? നിനക്കും വിവാഹം കഴിക്കണോ? അത് കേട്ടപ്പോൾ യേശീച്ചി ഷാവ്യാവയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഇപ്പൊ നാണം വന്നത് ഷാവ്യാവയ്ക്കാണ്. ഷാവ്യാവോ അവിടെ നിന്നും ഓടിക്കളഞ്ഞു. യേശീച്ചിയുടെ മുഖത്താണെങ്കിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഷാവ്യാവ് നേരെ പോയത് ചാൻസുവിനടുത്തേക്കാണ്. ഷാവ്യാവയെ കണ്ട് ചാൻസുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് സാങ് ധ്യാനർ. എനിക്ക് ചാൻസുവിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. ഇത് കേട്ട് ഷാവ്യാവ് അവളോട് ചോദിച്ചു, ഇനിയുള്ള കാലം ചാൻസുവിനൊപ്പം ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ? അതെ എന്നവൾ പറഞ്ഞു. ഷാവ്യാവ് ഉടനെ ചാൻസുവിനെ ചെവിക്ക് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനിയാണ് അടുത്ത പ്രശ്നം. അമ്മാവൻ മൂവിന്റെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കണം. ഷാവ്യാവ് ദേഷ്യം ഭാവിച്ച് അമ്മാവൻ മൂവിന്റെ മുന്നിൽ വെച്ച് ചാൻസുവിനെ തല്ലാൻ തുടങ്ങി. ഉടനെ അമ്മാവൻ മൂ പറഞ്ഞു, നിർത്ത്, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല ഇങ്ങനെ തല്ലാൻ. എന്നിട്ട് ചാൻസുവിനടുത്തേക്ക് വന്ന് പറഞ്ഞു, നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ചുകൂടെ? എനിക്ക് തിയാനർ തന്നെ വേണം, ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് ചാൻസ് തീർത്തു പറഞ്ഞു. ഇത് കേട്ട് ഷാവ്യാവോ അവിടെയുണ്ടായിരുന്ന ചൂലെടുത്ത് ചാൻസുവിനെ തല്ലാൻ പോയി. അപ്പോഴമ്മാവൻ മു അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വിവാഹം എന്നത് ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടമല്ലേ. നമ്മൾ മുതിർന്നവർ അധികം അവരുടെ കാര്യത്തിൽ ഇടപെടരുത്. ഷാവ്യാവോ മനസ്സില്ലാ മനസ്സോടെ എന്ന പോലെ അത് സമ്മതിച്ചു. ഇനിയൊരു പ്രശ്നമുണ്ട്. തിയാനറിനെ വേശ്യാലയത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരണം. അതിന് ആ വേശ്യാലയത്തിന്റെ ആളുകൾ ചോദിക്കുന്ന പണം കൊടുക്കണം. അമ്മാവൻ മു ആ വേശ്യാലയത്തിലേക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയി. പക്ഷേ തിരിച്ചു വന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു തെളിച്ചവുമില്ലായിരുന്നു. അവർ ചോദിച്ചത് അത്രയും വലിയൊരു തുകയാണ്. ഈ വൈദ്യശാല മുഴുവൻ വിറ്റാലും ആ പണം തികയില്ല. നീ മറ്റൊരു പെണ്ണിനെ കണ്ടെത്തുന്നതല്ലേ നല്ലത് എന്ന് അമ്മാവൻ മു ചാൻസുവിനോട് ചോദിച്ചു. എനിക്ക് തിയാനർ തന്നെ വേണം എന്ന് പറഞ്ഞ് പിണങ്ങി ചാൻസു അവിടെ നിന്നും പോയി. തിയാനറിന് അത്ര ചെറിയ പ്രായമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര വലിയ ഡിമാൻഡൊന്നും ഉണ്ടാവാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് ആ വേശ്യാലയത്തിലുള്ളവർ കിട്ടുന്ന പണം വാങ്ങി അവളെ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. ഈ തിയാനറിന് പിറകിൽ ആരോ ഉണ്ട് എന്ന് ഷാവ്യാവയ്ക്കും യേശിച്ചിക്കും തോന്നി. ഷാങ്ലിയുനെയാണ് ഷാവ്യാവ് സംശയിക്കുന്നത്. ഷാവ്യാവ് ഉടനെ യേശിച്ചിയോട് പറഞ്ഞു, നീ പോയി ചാൻസുവിനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ ഉറങ്ങാൻ പോവാണ് എന്നവൾ പറഞ്ഞു. ഈ സമയം ചാൻസു ഉള്ളത് സംശുവാന്റെ മദ്യശാലയിലാണ്. സംശുവാനാണെങ്കിൽ ചാൻസുവിന് ഫ്രീ ആയി ധാരാളം മദ്യം കൊടുക്കുകയാണ്. ചാൻസ് നന്നായി അടിച്ച് ഫിറ്റായി കഴിഞ്ഞതിനു ശേഷം സംശുവാൻ അവനോട് ചോദിച്ചു, ഷാലിയെ ഈയിടെയായി ഇങ്ങോട്ടൊന്നും കാണാനേയില്ലല്ലോ. ഞാനുണ്ടാക്കിയ ഈ പുതിയ മദ്യം അവന് കൊടുക്കണമെന്ന് കരുതിയിരുന്നു. ഉടനെ ചാൻസ് പറഞ്ഞു, ഇത്രയും വീര്യമുള്ള മദ്യമൊന്നും ലിയോ ചേട്ടന് ഇഷ്ടമല്ല. പിന്നെ എങ്ങനത്തെ മദ്യമാണ് അവനിഷ്ടം എന്ന് സംശുവാൻ ചോദിച്ചു. മൾബറി വൈനാണ് ലിയോ ചേട്ടന് ഇഷ്ടം. മൾബറി വൈൻ കഴിക്കുമ്പോൾ ലിയോ ചേട്ടന് അവന്റെ ചേട്ടനെ ഓർമ്മ വരും എന്ന് ചാൻസ് പറഞ്ഞു. ആരാണ് അവന്റെ ചേട്ടൻ എന്ന് സംശുവാൻ ചോദിച്ചു. എന്നാൽ അപ്പോഴേക്കും ചാൻസുവിന്റെ ബോധം പോയി. ഉടനെ സംശുവാൻ അവന്റെ ദൈവിക ശക്തി ഉപയോഗിച്ച് ചാൻസുവിനെ ഉണർത്തി. എന്നിട്ട് ചോദിച്ചു, ആരാണ് അവന്റെ ചേട്ടൻ? അടിച്ചു ഫിറ്റായി ബോധമില്ലാതിരിക്കുകയല്ലേ ചാൻസു? അവൻ പറഞ്ഞു, ലിയോ ചേട്ടന്റെ ചേട്ടൻ അമ്മാവൻ മൂ ആണ്. ഇത് കേട്ട് നിരാശനായ സംശുവാൻ അവനെ വീണ്ടും ബോധം കെടുത്തി.
ആ സമയത്താണ് യേശീച്ചി അവിടേക്ക് വരുന്നത്. ചാൻസ് കൊടുത്ത മദ്യത്തിന്റെ പണവും കൊടുത്ത് യേശീച്ചി അവനെയും കൊണ്ട് അവിടെ നിന്നും പോയി. യേശീച്ചി ചാൻസുവിനെ അന്വേഷിച്ചു പോയ തക്കം നോക്കി ഷാവ്യാവു വീട്ടിൽ നിന്നും ഇറങ്ങി. അവൾ നേരെ പോയത് ഷാങ്ലുവിനടുത്തേക്കാണ്. ഷാങ്ലുവിനെ കണ്ടയുടനെ ഷാവ്യാവോ 32 പല്ലും കാട്ടി ഒരു ചിരി ചിരിച്ചു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഷാവ്യാവോ അവന്റെ മുഖത്ത് കരിക്കട്ട കൊണ്ട് വരച്ച് വൃത്തികേടാക്കിയിരുന്നു. ഷാങ്ലിയോ അതിന് പ്രതികാരം ചെയ്യുമെന്ന് അവൾക്കറിയാം. ഷാവ്യാവോ പറഞ്ഞു, ഞാൻ നിനക്ക് 3 ഓപ്ഷൻ തരാം. 1, എനിക്ക് 40 ചാട്ടവാർ അടികൾ തരാം. 2, എന്നെ ഇവിടെ നിന്നും തല്ലി ഓടിക്കാം. 3, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. എനിക്ക് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് നീ കുളിച്ചിട്ടാണോ വന്നത് എന്ന് ഷാങ്ലിയോ അവളോട് ചോദിച്ചു. ആ, നിനക്ക് വേണ്ടി ഞാൻ നന്നായി കുളിച്ചിട്ടാണ് വന്നത് എന്ന് ഷാവ്യാവ് പറഞ്ഞു. ഉടനെ ഷാങ്ലിയോ അവളുടെ കഴുത്തിന് കടിച്ചു. ചോര കുടിക്കാൻ തുടങ്ങി. ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. പറന്നു വരും, കഴുത്തിൽ കടിക്കും, ചോര കുടിക്കും. ഇതെന്താ കൊതുകോ? ആവശ്യത്തിനുള്ള രക്തം കുടിച്ചതിനു ശേഷം ഷാങ്ലിയോ അവളോട് ചോദിച്ചു, ഇനി എപ്പോഴാണ് ഞാൻ നിന്നെ തിന്നേണ്ടത്? ഷാവ്യാവ് ഉടനെ പറഞ്ഞു, ഇന്ന് വേണ്ട, മറ്റൊരു ദിവസമാവാം. എന്തായാലും ഞാൻ നിന്നെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലുന്നതാണ് നിനക്ക് നല്ലത്. അതെന്താ, നിനക്കെന്നെ ഇപ്പൊ കൊല്ലണമെന്നില്ലേ എന്നവൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഷാവ്ലിയോ അവളുടെ കഥ പറയാൻ തുടങ്ങി. എനിക്ക് നിന്നെ ഇപ്പോൾ കൊല്ലണമെന്നില്ല. കാരണം ഞാൻ തനിച്ചാണ്. ഏകാന്തത എനിക്ക് പേടിയാണ്. പണ്ടൊരു സമയത്ത് എനിക്കൊരു അസുഖം വന്നിരുന്നു. അത് കാരണം ഞാനൊരു മലമുകളിൽ ഒളിച്ചിരുന്നു. വർഷങ്ങളോളം ഞാനവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞു. ഒരു ദിവസം അവിടെ ഒരു ഭൂതം വന്നു. ആ ഭൂതം ഒരു സർപ്പമായിരുന്നു. അതും എന്നെ തിന്നാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലും ഞാൻ എപ്പോഴും അതിനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കാരണം എനിക്ക് മിണ്ടാനും പറയാനും ആ മലമുകളിൽ ആ ഭൂതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷാങ്ലി ചോദിച്ചു, പിന്നീട് ആ സർപ്പത്തിന് എന്തുപറ്റി? നീ അതിനെ കൊന്നോ? അവൾ പറഞ്ഞു, ഇല്ല, ആ സർപ്പത്തെ മറ്റൊരു ഭൂതം വന്നു കൊന്നു. 9 വാലുകളുള്ള കുറുക്കൻ. ആ കുറുക്കന് പിന്നീട് എന്തുപറ്റി എന്ന് ഷാങ്ലി ചോദിച്ചു. അതിനെ ഞാൻ കൊന്നു. അവൻ എന്നെ ഒരു കൂട്ടിലടച്ചിട്ടു. ഓക്കാനം വരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ എന്നെക്കൊണ്ട് കഴിപ്പിച്ചു. ഇതെല്ലാം എന്നെക്കൊണ്ട് കഴിപ്പിച്ച് എന്റെ തടി കൂട്ടാമെന്നാണ് അവൻ കരുതിയത്. ഞാൻ നല്ല വണ്ണം വെച്ചതിനു ശേഷം എന്നെ കഴിക്കാനായിരുന്നു അവന്റെ പദ്ധതി. പക്ഷേ അതുതന്നെ അവന് വിനയായി. ആ ഭക്ഷണമെല്ലാം കഴിച്ച് എനിക്ക് ശക്തി വന്നപ്പോൾ ഒരു ദിവസം ആ ചങ്ങലകൾ ഞാൻ പൊട്ടിച്ചു. ഞാൻ ആ ഭൂതത്തെ കൊന്നു. ഇത് കേട്ട് ഷാങ്ലി ചോദിച്ചു, ഞാനും ആ സർപ്പവും ഒരുപോലെയാണെന്നാണോ നീ പറയുന്നത്? നിന്റെ ഏകാന്തത ഇല്ലാതാക്കാനുള്ള വെറും കളിപ്പാട്ടങ്ങൾ. ശരി, നീ എന്തിനാണ് ശരിക്കും ഇവിടെ വന്നത് എന്നവൻ ചോദിച്ചു. അവൾ ചോദിച്ചു, നാൻഹുവെ തെരുവിലെ വേശ്യാലയം നിന്റെതാണോ? ചാൻസുവിന് അവിടുത്തെ ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. ഏത് പെണ്ണ് എന്നവൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ ആ വേശ്യാലയം അവന്റേതല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ശരി, അതാരുടേതാണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഷാവ്യാവ് അവിടെ നിന്നും ആ മരത്തിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. ഇത് കേട്ട് അവന് ദേഷ്യം വന്നു. അവനുടനെ അവൾ തൂങ്ങി നിന്ന കൊമ്പൊടിച്ച് അവളെ താഴേക്കിട്ടു. എന്നിട്ടവൻ പറഞ്ഞു, നീ ആ സർപ്പമല്ല, മറ്റുള്ളവർ തിന്നുന്ന ആ സർപ്പത്തിന്റെ മുട്ട മാത്രമാണ്. അവൾ ഇതെല്ലാം ചെയ്യുന്നത് ഏകാന്തതയെ പേടിച്ചാണെന്ന് അവന് മനസ്സിലായി. ആ വീഴ്ചയിൽ അവളുടെ കാലൊടിഞ്ഞു. ഇതിനിടയിൽ യേശീച്ചി ചാൻസുവിനെയും കൊണ്ട് തിരിച്ചെത്തി. ഷാവ്യാവയുടെ മുറിയിൽ പോയി നോക്കിയപ്പോൾ അവൾ അവിടെയില്ല. ഉടനെ അവൻ അവിടുത്തെ വായുവിനെ നിയന്ത്രിച്ച് അവൾ പോയ വഴി കണ്ടുപിടിച്ചു. നോക്കിയപ്പോൾ ഷാവ്യാവോദ ഞൊണ്ടി ഞൊണ്ടി ഒരു വടിയും കുത്തി വരുന്നു. ഇത് കണ്ട് യേശീച്ചി അവളുടെ അടുത്തേക്ക് ഓടി വന്നു. നോക്കിയപ്പോൾ അവളുടെ കഴുത്തിൽ വീണ്ടും ആ ചുവന്ന പാടുണ്ട്. ഷിച്ചി, എനിക്ക് നടക്കാൻ വയ്യ, കാല് വല്ലാതെ വേദനിക്കുന്നു എന്നവൾ യേശീച്ചിയോട് പറഞ്ഞു. ഉടനെ യേശീച്ചി അവളെ പുറത്തിരുത്തി വീട്ടിലേക്ക് നടന്നു. ഇനി എന്നോട് പറയാതെ എങ്ങും പോകരുത് എന്ന് യേശീച്ചി പോകുന്ന വഴിയിൽ അവളോട് പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തി യേശീച്ചി അവളുടെ കാലിലെ എല്ലുകൾ നേരെയാക്കി കെട്ടിവെച്ചു. ഇപ്പോഴവനും കുറച്ചൊക്കെ വൈദ്യം അറിയാം. ആ സമയം ഷാവ്യാവ് അവനോട് പറഞ്ഞു, ഷാങ്ലിയോ അല്ല ചാൻസുവിന്റെ വിവാഹം മുടക്കുന്നത്. അല്ല, അത് ചെയ്യുന്നത് മദ്യശാലയിലെ ഷുവാനാണ് എന്ന് യേശീച്ചി പറഞ്ഞു. ചാൻസുവിനെ സംശുവാൻ അളവിലധികം മദ്യം കഴിപ്പിക്കുന്നത് അവൻ കണ്ടതാണല്ലോ. അടുത്ത ദിവസം രാവിലെ തന്നെ ഷാവ്യാവ് ഞൊണ്ടി ഞൊണ്ടി സംശുവാന്റെ മദ്യശാലയിലെത്തി. ഞാനൊരു സഹായം ചോദിക്കാൻ വന്നതാണ്. ചാൻസുവിന് സാൻ തിയാനറിനെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ട്. നിങ്ങളുടെ നിയമങ്ങളിൽ കുറച്ചിളവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം എന്ന് ഷാവ്യാവ് സംശുവാനോട് പറഞ്ഞു. എനിക്കിക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് കരുതുന്നത് എന്ന് സംശുവാൻ ചോദിച്ചു. ഷാവ്യാവ് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്കറിയില്ല. എനിക്കത് അറിയുകയും വേണ്ട. നിങ്ങളൊരു സാധാരണക്കാരനല്ല എന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കണം
എന്റെ കുടുംബം സ്വസ്ഥമായും സമാധാനമായും ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. ഇത് കേട്ട് സങ്ഷുവാന്റെ മനസ്സലിഞ്ഞു. അവനും ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നതാണല്ലോ ഒരു നല്ല കുടുംബം. എന്നാൽ അവൻ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല. അതിന് ഷാവ്യാവയെ കണ്ടെത്തണം. സങ്ഷുവാൻ പറഞ്ഞു, ശരി, ചാൻസുവിന്റെ വിവാഹത്തിന് എന്നെ എന്തായാലും ക്ഷണിക്കണം. അവൾക്കത് കേട്ട് വളരെ സന്തോഷമായി. ആ സന്തോഷത്തിൽ കാലൊടിഞ്ഞു തോർക്കാതെ അവൾ എഴുന്നേറ്റ് നിന്നു. അതുകൊണ്ട് അവൾ പെട്ടെന്ന് വീഴാൻ പോയി. ഇത് കണ്ട് സങ്ഷുവാൻ പെട്ടെന്ന് അവളെ പിടിക്കാൻ പോയി. അപ്പോൾ പെട്ടെന്നൊരാൾ വന്ന് അവനെ തടഞ്ഞു. നമ്മുടെ യേശീച്ചി. എന്നിട്ട് യേശീച്ചി ഷാവ്യാവയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഷാവ്യാവയുമായി അടുക്കാൻ അവൻ ഒരാളെയും സമ്മതിക്കില്ല. അത് കണ്ടപ്പോൾ ഈ യേശീച്ചി ഒരു സാധാരണക്കാരനല്ല എന്ന് സങ്ഷുവാന് മനസ്സിലായി. യേശീച്ചി ശരിക്കും ആരാണെന്ന് കണ്ടെത്താൻ അവൻ ജുന്നിയോട് പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് അമ്മാവൻ മു സാങ്ത്യാനറിനെ വേശ്യാലയത്തിൽ നിന്നും മോചിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. തിയാനറിനെ കണ്ടതും ചാൻസു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവനുടനെ അവൾക്ക് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് പോയി. അതിനു പിറകെ അമ്മാവൻ മു യേശീച്ചിയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. തിയാനറിനും ഷാവ്യാവയ്ക്കും സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഷാവ്യാവ് തിയാനറിനോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ നിന്റെ ജീവിതം മരണത്തേക്കാൾ മോശമാക്കാൻ കഴിയും. നീ എന്തിനാണ് ചാൻസുവിനെ വശത്താക്കിയത്? അവനെ ഇഷ്ടമായിട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ത്യാനർ പറഞ്ഞു, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നെ കാണാൻ വന്നു. ചാൻസുവിനെ വശത്താക്കണം. അതുവഴി ലിയു ചേട്ടനെക്കുറിച്ച് കൂടുതൽ അറിയണം. ഇതിനായി അയാൾ എനിക്ക് കുറേ പണം തന്നു. ഇന്നലെ രാത്രി അയാൾ വീണ്ടും വന്നു. വീണ്ടും എനിക്ക് കുറേ പണം തന്നു. നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ ഇതോടെ തീർന്നു എന്നും പറഞ്ഞു. അയാൾ ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ഷാവ്യാവ് അവളോട് ചോദിച്ചു. എനിക്കറിയില്ല. ദേവന്മാരും ഭൂതങ്ങളും അവരുടെ രൂപം എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ കഴിയുന്നവരാണല്ലോ. ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. ചാൻസ് എപ്പോഴും എന്നെ വിവാഹം കഴിക്കണമെന്ന് പറയും. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല. എന്നെപ്പോലൊരു പെൺകുട്ടി എങ്ങനെയാണ് പുരുഷന്മാർ പറയുന്നത് വിശ്വസിക്കുക? പക്ഷേ ചാൻസ് ശരിക്കും എന്നെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. അതുകൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ചാൻസ് എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ അതേ ആത്മാർത്ഥതയോടെ ഞാൻ അവനെ തിരിച്ചും സ്നേഹിക്കും. ഞാൻ അവനെ ഒരിക്കലും ചതിക്കില്ല. അങ്ങനെയുണ്ടായാൽ ഞാൻ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഷാവ്യാവയും അങ്ങനെ തന്നെയാണല്ലോ. അവളും അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഷാവ്യാവോ സാങ്ത്യാനറിന്റെ കാര്യമെല്ലാം യേശീച്ചിയോട് പറഞ്ഞു. സാങ്ത്യാനർ ഒരു ധൈര്യമുള്ള പെൺകുട്ടിയാണ് എന്ന് യേശീച്ചി പറഞ്ഞു. ഷാവ്യാവോ യഥാർത്ഥത്തിൽ പറയുന്നത് അവളുടെ കാര്യം തന്നെയാണെന്ന് യേശീച്ചിക്ക് മനസ്സിലായിരുന്നു. അവൾ പറഞ്ഞതെന്താണെന്ന് യേശീച്ചിക്ക് മനസ്സിലായി എന്ന് ഷാവ്യാവയ്ക്കും മനസ്സിലായി. അവർ വീട്ടിലേക്ക് തിരിച്ചു പോകാനായി എഴുന്നേറ്റു. ഷാവ്യാവയുടെ കാലൊടിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് യേശീച്ചി അവളെ കോരിയെടുത്തു. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. വീടെത്തുന്നതുവരെ അവൻ അവളെ താഴെ വെച്ചതേയില്ല. വീട്ടിലെത്തിയതും ഷാവ്യാവ് ഓടി മുറിക്കകത്ത് കയറി കതകടച്ചു. നാണം കൊണ്ട് അവളുടെ മുഖമെല്ലാം തുടുത്തുപോയി. യേശീച്ചിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരിയാണ്. അങ്ങനെ ചാൻസുവിന്റെ വിവാഹ ദിവസമെത്തി. അവിടെ ചുൻതാവ് ഒരു താല്പര്യവുമില്ലാത്തതുപോലെയാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. ത്യാനർ വേശ്യാലയത്തിൽ നിന്നും വന്നവളാണല്ലോ. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ സങ്ഷുവാനും എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് സങ്ഷുവാനെയും അന്വേഷിച്ചുകൊണ്ട് നിയാൻ അവിടെ എത്തിയത്. നിയാനെ കണ്ടതും ചാൻസുവിന്റെയും മാസുവിന്റെയും മുഖമാകെ മാറി. എന്നാലും അമ്മാവൻ മു അവളോട് ഇരിക്കാൻ പറഞ്ഞു. ഉടനെ ഹൈത്താങ് ആ സ്റ്റൂളിന് മുകളിൽ ഒരു തുണി വിരിച്ചു. നിയാൻ ഇത്രയും വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഇരിക്കില്ലല്ലോ. അതുമാത്രമല്ല, അവൾ അവിടെയുള്ള ഗ്ലാസ്സിലും പ്ലേറ്റിലുമൊന്നും ഭക്ഷണം കഴിക്കില്ല. അവൾ അവിടെയുള്ളവരെക്കാൾ ഉയർന്ന നിലയിലുള്ളവളാണെന്നാണ് നിയാൻ കാണിക്കുന്നത്. നിയാന്റെ ഈ സ്വഭാവം കണ്ട് സങ്ഷുവാന് തന്നെ വല്ലാതെയായി. സങ്ഷുവാൻ ഉടനെ നിയാനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. ലോസ്റ്റ് യു ഫോർ എവറിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.